ശ്രീ ആനന്ദ് കൊച്ചുകുടി, കോൺഗ്രസ് ക്യാമ്പ് ട്രാക്കിലായി എന്ന് പൂർണ്ണമായിട്ടും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ സീനിയർ നേതാക്കൾ പാർട്ടിക്കൊപ്പം എന്ന സന്ദേശം നൽകിയതോടുകൂടി LDF ക്യാമ്പ് അധികം ആഘോഷിക്കേണ്ട എന്നല്ലേ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്? മഞ്ജുഷ്, ഈ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പൂർണ്ണമായി ആദ്യം പ്രസിദ്ധീകരിക്കാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു UDF-നാണെന്ന് തോന്നുന്നു. ഇത്രയും താമസിച്ചിട്ടും രണ്ടാം ലിസ്റ്റ് വരാൻ ഇത്രയും വൈകിയിട്ടും അവർ തന്നെയാണ് ഇപ്പോൾ 140 സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഏക മുന്നണി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ UDF-ൻ്റെ രണ്ടാമത്തെ പട്ടിക, കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പട്ടിക വളരെ വൈകിയാണ് വന്നത്. അത് 4 ദിവസം അതിൻ്റെ ചർച്ചകൾ നടന്നു. കെ സുധാകരനാണെങ്കിൽ അദ്ദേഹം ആർക്കും മുഖം കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് മാധ്യമങ്ങൾക്ക് ഓരോ വാർത്തകൾ ചോർത്തിക്കൊടുത്ത് വളരെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ തന്നെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നത്. പക്ഷേ അദ്ദേഹം ഒന്ന് അയഞ്ഞതിന് ശേഷവും ലിസ്റ്റ് വരാൻ പിന്നെയും സമയമെടുത്തു. അവസാനം 6 പേരുകൾ അത് ഒറ്റപ്പേരിലേക്കാക്കാൻ വീണ്ടും സമയമെടുത്തു. ആ 6 പേരുകൾ വന്നപ്പോൾ ജോസഫ് വാഴക്കിൻ്റെ 20-25 ലക്ഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പോയി എന്നൊക്കെയുള്ളത് വസ്തുതയാണ്. പക്ഷേ പിന്നെ അതുകൂടാതെ ഇവിടെ പല സീറ്റുകളിലും ഇപ്പോൾ സാമുദായിക സന്തുലനമൊന്നും അവർക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മധ്യകേരളത്തിലിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഇപ്പോൾ പെരുമ്പാവൂർ ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ ആണ് അവർ നിർത്തിയിരിക്കുന്നത്. പെരുമ്പാവൂരാണെങ്കിൽ കത്തോലിക്കർ യാക്കോബായ വിഭാഗത്തെ വെച്ച് നോക്കുമ്പോൾ 5-1 ഉള്ളൂ. ഇടുക്കിയിലാണെങ്കിലോ അവിടെ നേരെ തിരിച്ചാണ്. അവിടെ യാക്കോബായ വിഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു യാക്കോബായ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ഒരു വലിയ ഒരു വേവ് ഒക്കെ അല്ലെങ്കിൽ വലിയ ഒരു UDF-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായാൽ ഇതൊന്നും പ്രശ്നമാകില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ അടുത്ത 20 ദിവസത്തിൽ നടക്കുന്ന പലതരം ക്യാമ്പയിൻ മൂർധന്യത്തിലെത്തുമ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കും? ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ മുൻപേ തന്നെ കാലേ കൂട്ടി ആർക്ക് വോട്ട് ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ്. അങ്ങനെയുള്ളവർ അവർ മുൻകൂട്ടി തീരുമാനിച്ച ആൾക്കാർക്ക് തന്നെ വോട്ട് ചെയ്യും. പക്ഷേ അവസാനം വരുന്ന സ്വിങ്ങൊക്കെ ഈ ചില സ്ഥാനാർത്ഥികൾക്കും ചില സീറ്റുകളിലുമൊക്കെ പ്രശ്നമാകും. ഇപ്പോൾ UDF എങ്കിൽ പോലും ഒരു 10 സീറ്റുകളിലൊക്കെ അവർക്ക് സ്ഥാനാർത്ഥികൾ തെറ്റിപ്പോയെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുവരാവുന്ന ആ ഒരു രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളോ സന്തുലനമോ അവർക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ 10 സീറ്റുകൾ ഒഴിച്ചു നിർത്തിയാൽ പോലും താരതമ്യേന കഴിഞ്ഞ തവണത്തെ വെച്ചും അല്ലെങ്കിൽ 2016 വെച്ചും ഒക്കെ നോക്കിയാൽ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ്, ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ബെസ്റ്റ് പോസിബിൾ അവർക്കുള്ള ആൾക്കാരെയാണല്ലോ അവർക്ക് ഫീൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വഴിയെ പോകുന്ന ആൾക്കാരെ, ഇപ്പോൾ സിനിമാ നടന്മാരെയൊക്കെ, ഇപ്പോൾ പിഷാരടിയൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാലമായി കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. അല്ലാതെ വഴിയെ പോകുന്ന സിനിമാ നടന്മാരെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഈ കിറ്റക് സാബുമൊക്കെ ചെയ്യുന്നത് പോലെ ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് ചോദിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ആൾക്കാരെയൊക്കെ അവർ പരമാവധി തിരുവനന്തപുരം ജില്ലയിലൊക്കെ അവർ ഫീൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച ഒരു ലിസ്റ്റാണ്. അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പിന്നെ അവർക്ക് ഈ സേഫ്റ്റി ഡിപ്പോസിറ്റ് പോലെ മുസ്ലിം ലീഗുണ്ട്. അവർക്ക് 80% സ്ട്രൈക്ക് റേറ്റ് മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും അവർക്ക് 27 സ്ഥാനാർത്ഥികളെ നിർത്തിയതിൽ ഒരു 20 എണ്ണമെങ്കിലും ജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയും താരതമ്യേന ഭേദപ്പെട്ടതാണ്. UDF-ൽ കോൺഗ്രസിനേക്കാൾ മികച്ച പട്ടിക എന്ന് വേണമെങ്കിൽ പറയാം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകുടി, അപ്പോൾ ട്രാക്കിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.